ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഈ ഒരു ചൂടുള്ള സമയത്തൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ജ്യൂസ് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്തൊക്കെയാണ് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഷമാമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഷമാമിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. നല്ലോണം പഴുത്ത ഷമാമാണ്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ കക്കിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള കക്കിരിയാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ പകുതി മാത്രമേ ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് പഴമാണ് കേട്ടോ, ചെറുപഴം. ഏത് ചെറുപഴം എടുക്കാം. പിന്നെ അതിൽ മസൂരിപ്പഴം ഒഴികെ വേറെ ഏതും എടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ റോബസ്റ്റ് പഴം ഉണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ്. മസൂരി പഴം ആകുമ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് വേറെ ഏതെങ്കിലും പഴം എടുക്കുക. അപ്പോൾ ഞാൻ അവിടെ ഒരു 2 ചെറുപഴം എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് ഐസ്ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉള്ള ഐസ്ക്രീം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു ഐസ്ക്രീമാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഐസ്ക്രീം ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഐസ്ക്രീമും കൂടി ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാലാണ്. കട്ടപ്പാലുണ്ടെങ്കിൽ കട്ടപ്പാൽ ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തണുപ്പിച്ചെടുത്ത പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നല്ലോണം തണുപ്പിച്ചിട്ട് കഴിക്കായിരിക്കും ഒന്നുകൂടി നല്ലത് കേട്ടോ. കാരണം ഈ ഒരു ചൂടത്തൊക്കെ അത്രയും തണുപ്പോടെ തന്നെ നമുക്ക് കഴിക്കണം. അപ്പോൾ അത്രയും ചൂടാണ് ഈ ഒരു ടൈമിലൊക്കെ. ഇനി അതിലേക്ക് കുറച്ച് ബൂസ്റ്റ് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഞാനിവിടെ നേരത്തെ കുറച്ച് ബദാം വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു തൊലിയൊക്കെ കളഞ്ഞിട്ട് വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നട്ട്സായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇതുപോലെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ബദാമും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ട് ഏലക്ക വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ അതൊന്നും എവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നേരത്തെ ഐസ്ക്രീമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മധുരമൊക്കെ നോക്കിയിട്ട് വേണം ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അത് നമ്മൾ കുറച്ച് മാത്രമായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പം നല്ലോണം കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ലാസ്റ്റായിട്ട് ജ്യൂസിൽ ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സാക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ജ്യൂസ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിൽ കുറച്ചൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെറീസൊക്കെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നട്ട്സും ബദാമും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നല്ലോണം തണുപ്പിച്ചിട്ട് വേണം ഈ ഒരു ജ്യൂസ് കഴിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഈസി ആയിട്ടുള്ള റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഉള്ളുന്ന ഓപ്ഷനും കൂടി കൊടുക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്